പ്രിയപ്പെട്ടവരെ, നമസ്തേ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഒരു പ്രൊഫഷണൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. സാമ്പത്തികമായി തീരെ മോശമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല കാരണമെന്നുള്ളത് വ്യക്തം. പഠനകാര്യത്തിലും മോശമായിരുന്നില്ല. അപ്പോൾ പഠനകാര്യത്തിലുള്ള വീഴ്ചയോ ഒന്നുമായിരുന്നില്ല പ്രശ്നം. പിന്നെ അന്വേഷിച്ചെന്നപ്പോഴാണ് ഈ വിദ്യാർത്ഥി ഒരേ സമയം രണ്ടുപേരെ പ്രേമിച്ച കഥ പുറത്തു വന്നത്. അയാളുടെ ഒരു കാമുകി അയാൾ മറ്റൊരു പെൺകുട്ടിയെ ഒരേ സമയം പ്രേമിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. അവനെ ചോദ്യം ചെയ്തു. അന്ന് രാത്രി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, ഓ, ഐ എം ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഷർട്ട് മാറുന്നത് പോലെ മാറാനുള്ളതല്ല പ്രേമം. അത് ദിവ്യമാണ്. പ്രേമത്തിൻ്റെ കൂമ്പുകൾ പുഷ്പിക്കുക തന്നെ വേണം. ഇടയ്ക്ക് വെച്ച് ആ കൂമ്പുകൾ അടർത്തിക്കളയരുത് എന്ന് സാരം. ദീർഘകാല ബന്ധങ്ങൾക്ക് പകരം താൽക്കാലിക ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് പ്രതിബദ്ധതയുടെയും സത്യസന്ധതയുടെയും അഭാവം കൊണ്ടാണ്. സമൂഹത്തിൽ ഇന്ന് നാം കണ്ടുവരുന്ന മൂല്യച്യുതിയുടെ ഒരു പ്രതിഫലനം. അതല്ലേ നാം ഇന്ന് ക്യാമ്പസുകളിൽ കാണുന്നത്? കൂട്ടുകുടുംബം മാറി അണുകുടുംബമായതും ഇതിനെ ബാധിക്കുന്നുണ്ടോ? ആത്മവിശ്വാസക്കുറവ് ഇതിന് കാരണമാകുന്നുണ്ടോ? ഇതൊക്കെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തം, ബന്ധങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു. അതുണ്ടാക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആത്മഹത്യ പ്രേരകമാകുന്നത്. സൗഹൃദത്തിൻ്റെ വാടാമലരുകൾ പുഷ്പിക്കുന്ന കാലമാണ് വിദ്യാർത്ഥി ജീവിതം. എത്ര കൂട്ടുകാരെയാണ് നാം അവിടെ കണ്ടുമുട്ടുന്നത്. എന്നാൽ ഇതിൽ നമ്മുടെ യഥാർത്ഥ കൂട്ടുകാർ എത്ര എന്ന് നാം എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതത്തിലെ കാലഘട്ടങ്ങളെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥ ചങ്ങാത്തം. നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന, വൃത്തിക്ഷയങ്ങളിൽ ഭാഗഭാക്കാകുന്ന കൂട്ടുകാർ എത്ര പേരുണ്ട്? എ റിയൽ ഫ്രണ്ട് ഈസ് വൺ ഹു വാക്സ് ഇൻ when the rest of the world walks out. വാൾട്ടർ വിൻചെല്ലിൻ്റെ ഈ വാക്കുകൾ ഓർമ്മിക്കാം. ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന പുസ്തകത്തിൽ സാമും ഫ്രോഡോയും തമ്മിലുള്ള സ്നേഹബന്ധം നോക്കുക. അന്ധതമസ്സിലും ആ ബന്ധം വിട്ടുപോകുന്നില്ല. എറിക് സിഗൽ എഴുതിയ വിശ്വപ്രസിദ്ധമായ റൊമാൻറ്റിക് നോവലായ ലവ് സ്റ്റോറി അനശ്വരമായ സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. അത് പിന്നീട് സിനിമയായി. എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും അത് തകർത്തു. ഈ നോവലിലെ പ്രസിദ്ധമായ വാചകമാണ്, ലവ് മീൻസ് നെവർ ഹാവിംഗ് ടു സേ യു ആർ സോറി. അതെ, സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. അത് ഒരു നാളും ഉതിർന്നു പോവുകയില്ല. സ്നേഹബന്ധത്തിൻ്റെ മാസ്മരിക ലോകത്തിൽ കൂട്ടുകാർ ചെയ്ത ചെറിയ കാര്യങ്ങളാണ് ഉദാത്തമാകുന്നത്. കടൽപ്പുറത്ത് ഒരുമിച്ചിരുന്ന് സൊറ പറഞ്ഞത്, മലകയറ്റത്തിൽ കാലുതട്ടി വീണപ്പോൾ കൂട്ടുകാരൻ ഓടി വന്ന് താങ്ങിയത്, ഒരു പാത്രത്തിൽ നിന്നും ചോറുണ്ടത്. ഇതെല്ലാമല്ലേ ജീവിതത്തിലെ ഏറ്റവും സഫലമായ മുഹൂർത്തങ്ങൾ? വൈവിധ്യങ്ങളുടെ ഒരു കാലിഡോസ്കോപ്പാണ് സൗഹൃദം. ഓരോ സ്നേഹിതനും ഓരോ നിറം ആ ചിത്രത്തിൽ ചാലിക്കുന്നു. ഈ നിറങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ജീവിതം എന്ന ചിത്രം ഒരു മാസ്റ്റർ പീസ് ആകുന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ നഴ്സറി ക്ലാസ്സിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ നീണ്ട 60 വർഷങ്ങൾക്ക് ശേഷം കാണാനിടയായി.
മരക്കുതിരയിൽ ഇരുന്ന് ഞാൻ ചാഞ്ചാടിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ തള്ളിയിട്ട് മരക്കുതിരയിൽ കയറിയിരുന്ന സംഭവം ഞാൻ ഓർമ്മിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഇരുവരും പൊട്ടിച്ചിരിച്ചു. തന്റെ പഴയ സതീർത്ഥ്യനായ കൃഷ്ണഭഗവാനെ കാണാൻ കുചേലൻ അവിൽപ്പൊതിയുമായി പോയത് എത്ര മനോഹരമായിട്ടാണ് രാമപുരത്ത് വാര്യർ വർണ്ണിക്കുന്നത്. കൃഷ്ണ ഭഗവാൻ എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അല്ലെ? ഓർക്കുന്നില്ലേ ആ വരികൾ? എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തട്ടുടുത്ത് ഉത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാരഗണ മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനം ചെയ്ത ചിദ്രൂപത്തിങ്കൽ ഉറച്ച് ചെഞ്ചമ്മേ ചെല്ലും അന്തരനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് രാമപുരത്ത് വാര്യർ ചോദിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടും അദ്ദേഹം ഓടിച്ചെന്ന് തൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു. മാറത്തെ വിയർപ്പ് കൊണ്ട് നാറുന്ന സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്തു ഗാഠം പുണർന്നു എന്ന് അദ്ദേഹം എഴുതുമ്പോൾ അത് ചെയ്ത കൃഷ്ണ ഭഗവാനെ നാം എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും. ഇത്തരം ദീർഘകാല ബന്ധങ്ങൾ ഇന്ന് എത്ര പേർക്ക് ഉണ്ടാകും? നഴ്സറി ക്ലാസ്സിൽ എൻ്റെ അധ്യാപികയായിരുന്ന ദിനാമ ടീച്ചർ, പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന ദാക്ഷായണിയമ്മ ടീച്ചർ, ക്ലാസ് ടീച്ചറായിരുന്ന വസുമതി ടീച്ചർ, ഇംഗ്ലീഷും സാമൂഹ്യ പാഠവും പഠിപ്പിച്ച ഷെറീഫ ടീച്ചർ, പാട്ട് പഠിപ്പിച്ച സുശീല ടീച്ചർ, തയ്യൽ പഠിപ്പിച്ച മേരി ടീച്ചർ തുടങ്ങി എൻ്റെ പൂർവ്വ അധ്യാപകരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ മക്കൾ അത്ഭുതം കൂറും. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? വാത്സല്യത്തിലൂടെ, കരുതലിലൂടെ, അക്ഷരങ്ങളുടെ മായാപ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ അധ്യാപകരെ ഞാൻ എങ്ങനെ മറക്കും? അധ്യാപകനെ ചീത്ത വിളിക്കുകയും കുട്ടികളുടെ മുൻപിൽ വെച്ച് അയാളുടെ കൈപ്പത്തി വെട്ടിക്കളയുകയും അധ്യാപകന്റെ മാറിൽ കത്തി കുത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് ഒരു നന്മ മാത്രമേ ഉള്ളൂ, അത് ഗുരു കടാക്ഷമാണ്. അതിലൂടെ മാത്രമേ ജന്മസാഫല്യം ഉണ്ടാകൂ. ആരാണ് നമ്മുടെ സ്നേഹിതൻ എന്ന ചോദ്യത്തിന് നല്ല ശമരിയക്കാരന്റെ ഉപമ പറഞ്ഞാണ് യേശുനാഥൻ ഉത്തരം നൽകിയത്. വഴിയിൽ വീണുകിടന്ന മനുഷ്യനെ കണ്ടിട്ട് ലേവ്യനും പുരോഹിതനും പുറംതിരിഞ്ഞു നടന്നു. എന്നാൽ ശമരിയക്കാരൻ അയാളെ താങ്ങി പരിചരിച്ചു. ഈ ശമരിയക്കാരനാണ് നല്ല സ്നേഹിതൻ. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നവൻ. അതിലും വലിയ സ്നേഹം ആർക്കുമില്ല. ഈ സ്നേഹത്തെക്കുറിച്ചാണ് സെയിന്റ് പോൾ വാചാലനായത്. കൊരിന്ത്യർക്ക് എഴുതിയ കത്തിലെ അദ്ദേഹത്തിന്റെ അനശ്വര വാക്കുകൾ ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രിയപ്പെട്ടവരെ, സൗഹൃദ ബന്ധം എന്നത് ആത്മാക്കളുടെ ഒരുമിച്ചുള്ള ഒരു നൃത്തമാണ്. അത് ഒരു ജുഗൽബന്ധിയാണ്. ഓരോ ചുവടും ഒരു പുതിയ കാൽവയ്പ്പാണ്. കാൾ യങ് എന്ന പ്രസിദ്ധ സൈക്കോളജിസ്റ്റ് പറയുന്നത് കേൾക്കുക. The meeting of two personalities is like the contact of two chemical substances. If there is any reaction, both are transformed.
True connections have the power to catalyze personal and collective information. നമ്മുടെ ജീവിതത്തിൻ്റെ മേന്മ നിർണ്ണയിക്കുന്നത് നമ്മുടെ സൗഹൃദ ബന്ധത്തിൻ്റെ മേന്മകളിലാണ്. The quality of your life is the quality of your relationships. ആന്റണി റോബിൻസ് പറഞ്ഞതാണിത്. റിലേഷൻഷിപ്പ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ 12 അക്ഷരങ്ങളാണുള്ളത്. ഈ 12 അക്ഷരങ്ങൾ നശിപ്പിക്കാൻ ഈഗോ എന്ന 3 അക്ഷരങ്ങൾക്ക് കഴിയും. നമ്മുടെ അഹന്തയും അഹംഭാവവും റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ ഒരിക്കലും ഇടയാവരുത്. വൈലോപ്പിള്ളിയുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ചുരുക്കട്ടെ. മുന്തിയ നിർമ്മല ഭാവതലങ്ങളിൽ എന്തുള്ളൂ സൗഹൃദം പോലെ വേറെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.